ഹലോ ഫ്രണ്ട്സ്, PSC ഹെൽപ്പ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാമൻ. VEO പരീക്ഷയ്ക്ക് ആവശ്യമായ മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും അടങ്ങിയ മൂന്നാം ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾക്ക് തുടങ്ങാം. പാർലമെന്റ് വന സംരക്ഷണ നിയമം പാസാക്കിയത്. പാർലമെന്റ് വന സംരക്ഷണ നിയമം പാസാക്കിയ വർഷമാണ് 1980. വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയത് 1972. വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയ വർഷമാണ് 1972. ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷവും 1972. ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷവും 1972. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത് 1973. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത് 1973. ജലമലിനീകരണ നിയന്ത്രണ ആക്ട് നിലവിൽ വന്നത് 1974. ജലമലിനീകരണ നിയന്ത്രണ ആക്ട് നിലവിൽ വന്നത് 1974. മുതല വളർത്തൽ പദ്ധതി ആരംഭിച്ചത് 1975. മുതല വളർത്തൽ പദ്ധതി ആരംഭിച്ചത് 1975. വായു മലിനീകരണ നിയന്ത്രണ ആക്ട് നിലവിൽ വന്നത് 1981. വായു മലിനീകരണ നിയന്ത്രണ ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1981. കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് 1985. കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് 1985. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ചത് 1992. പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ചത് 1992. വന മഹോത്സവത്തിന് തുടക്കം കുറിച്ച വർഷം 1950. വന മഹോത്സവത്തിന് തുടക്കം കുറിച്ച വർഷം 1950. വന മഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് KM മുൻഷി. വന മഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് KM മുൻഷി. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് 1973. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് 1973. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ. ലോക വനിതാ ദിനം. ലോക വനിതാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 8-നാണ്. ലോക വൃക്ക ദിനവും മാർച്ച് 8 തന്നെയാണ്. ലോക വൃക്ക ദിനവും മാർച്ച് 8 തന്നെയാണ്. സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 4-നാണ്. സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 4-നാണ്. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15-നാണ്. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15-നാണ്. എന്നാൽ ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24-നാണ്. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24-നാണ്. ലോക വനദിനമായി ആചരിക്കുന്നത് മാർച്ച് 21. ലോക വനദിനമായി ആചരിക്കുന്നത് മാർച്ച് 21. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22. ലോക കാലാവസ്ഥ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 23-നാണ്.
ലോക കാലാവസ്ഥ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 23-നാണ്. ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 24-നാണ്. ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 24-നാണ്. ഇത് ഒന്ന് ഓർത്തു വെക്കാൻ, അതായത് മാർച്ച് 21, മാർച്ച് 22, മാർച്ച് 23, മാർച്ച് 24 എങ്ങനെ ഒന്ന് ഓർത്തു വെക്കാമെന്ന് നോക്കാം. വനജിയുടെ കാലിൽ ക്ഷയം വന്നു എന്ന് ഓർത്തു വെക്കുക. വനജിയുടെ കാലിൽ ക്ഷയം വന്നു. വന എന്നാൽ വനദിനം, ജലദിനം. കാലിൽ എന്നത് കാലാവസ്ഥ ദിനം. ക്ഷയം എന്നത് ക്ഷയരോഗ ദിനം. ഓക്കെ, വനജിയുടെ കാലിൽ ക്ഷയം വന്നു എന്ന് ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ 22-ാം തീയതികളിൽ ആചരിക്കുന്ന PSC ചോദിച്ച ദിനങ്ങളെ ഒന്ന് നമുക്ക് പഠിക്കാം. ലോക ജലദിനം മാർച്ച് 22 എന്ന് നമ്മൾ പഠിച്ചു. ലോക ഭൗമദിനം ഏപ്രിൽ 22. ലോക ഭൗമദിനം ഏപ്രിൽ 22. ജൈവ വൈവിധ്യ ദിനം മെയ് 22. ജൈവ വൈവിധ്യ ദിനം മെയ് 22-നാണ്. ദേശീയ ഗണിത ദിനം, അതായത് ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമായ ദേശീയ ഗണിത ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 22-നാണ്. ദേശീയ ഗണിത ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 22-നാണ്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രമാണ് ചെങ്കോട്ട. പുതിയ 500 രൂപയുടെ നിറം സ്റ്റോൺ ഗ്രേ അല്ലെങ്കിൽ ചാരനിറം. പുതിയ 500 രൂപയുടെ നിറമാണ് സ്റ്റോൺ ഗ്രേ അല്ലെങ്കിൽ ചാരനിറം. പുതിയ 2000 രൂപ നോട്ടിൽ കാണുന്ന ചിത്രമാണ് മംഗൾയാൻ. നിറം മജന്ത. പുതിയ 2000 രൂപ നോട്ടിൽ കാണുന്ന ചിത്രമാണ് മംഗൾയാൻ. അതിൻ്റെ നിറം മജന്ത. പുതിയ 200 രൂപ നോട്ടിൽ കാണുന്ന ചിത്രമാണ് സാഞ്ചി സ്തൂപം. 200 രൂപ നോട്ടിൻ്റെ നിറം കടും മഞ്ഞ. 200 രൂപ നോട്ടിൽ കാണുന്ന ചിത്രമാണ് സാഞ്ചി സ്തൂപം. നിറം കടും മഞ്ഞ. പുതിയ 100 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം റാണി കി വാവ്. നിറം ലാവെൻഡർ. പുതിയ 100 രൂപ നോട്ടിൽ കാണുന്ന ചിത്രമാണ് റാണി കി വാവ്. നിറം ലാവെൻഡർ. പുതിയ 50 രൂപ നോട്ടിൽ കാണുന്ന ചിത്രമാണ് ഹംപി. നിറം ഫ്ലൂട്ടിസെന്റ് നീല. പുതിയ 50 രൂപ നോട്ടിൽ കാണുന്ന ചിത്രമാണ് ഹംപി. നിറം ഫ്ലൂട്ടിസെന്റ് നീല. പുതിയ 10 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രം. നിറം ചോക്ലേറ്റ് ബ്രൗൺ. പുതിയ 10 രൂപ നോട്ടിൽ കാണുന്ന ചിത്രമാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം. ആ 10 രൂപയുടെ നിറം ചോക്ലേറ്റ് ബ്രൗൺ. 2020 ഒളിമ്പിക്സ് വേദി. 2020 ഒളിമ്പിക്സിന്റെ വേദിയാണ് ടോക്കിയോ, ജപ്പാൻ. 2024 ഒളിമ്പിക്സിന്റെ വേദിയാണ് പാരീസ്, ഫ്രാൻസ്. 2024 ഒളിമ്പിക്സിന്റെ വേദിയാണ് പാരീസ്, ഫ്രാൻസ്. 2028 ഒളിമ്പിക്സിന്റെ വേദിയാണ് ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2028 ഒളിമ്പിക്സിന്റെ വേദിയാണ് ലോസ് ഏഞ്ചൽസ്, അമേരിക്ക.
2024ലെയും 2028ലെയും ഒളിമ്പിക്സിന്റെ വേദികൾ ഓർത്തുവെക്കാൻ പാലോ എന്ന് ഓർത്തുവെക്കുക. പാ എന്നാൽ പാരീസ്, ലോസ് ഏഞ്ചൽസ്. ഓക്കെ. 2018 നടന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി റഷ്യ. 2018 നടന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയാണ് റഷ്യ. 2022 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ഖത്തർ. 2022 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയാണ് ഖത്തർ. 2019 വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയാണ് ഫ്രാൻസ്. 2019 വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയാണ് ഫ്രാൻസ്. 2019 നടക്കുന്ന ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദികളാണ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. 2019 നടക്കുന്ന ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദികളാണ് ഇംഗ്ലണ്ടും വെയിൽസും. 2023 നടക്കുന്ന ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദിയാണ് ഇന്ത്യ. 2023 നടക്കുന്ന ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദിയാണ് ഇന്ത്യ. 2021 നടക്കുന്ന വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദിയാണ് ന്യൂസിലാൻഡ്. 2021 നടക്കുന്ന വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദിയാണ് ന്യൂസിലാൻഡ്. 2018 നടന്ന വനിതാ T20 ലോകകപ്പിന്റെ വേദിയാണ് വെസ്റ്റ് ഇൻഡീസ്. 2018 നടന്ന വനിതാ T20 ലോകകപ്പിന്റെ വേദിയാണ് വെസ്റ്റ് ഇൻഡീസ്. 2020 നടക്കുന്ന പുരുഷന്മാരുടെയും വനിതകളുടെയും T20 ലോകകപ്പിന്റെ വേദി ഓസ്ട്രേലിയ. 2020 നടക്കുന്ന പുരുഷന്മാരുടെയും വനിതകളുടെയും T20 ലോകകപ്പിന്റെ വേദിയാണ് ഓസ്ട്രേലിയ. 2021 നടക്കുന്ന T20 ലോകകപ്പിന്റെ വേദി ഇന്ത്യ. 2021 നടക്കുന്ന T20 ലോകകപ്പിന്റെ വേദിയാണ് ഇന്ത്യ. 2018 നടന്ന വനിതകളുടെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ഇന്ത്യ. 2018 നടന്ന വനിതകളുടെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യമാണ് ഇന്ത്യ. 2018 നടന്ന പുരുഷ ഹോക്കി ലോകകപ്പിന്റെ വേദിയാണ് ഇന്ത്യ. 2018 നടന്ന പുരുഷ ഹോക്കി ലോകകപ്പിന്റെ വേദിയാണ് ഇന്ത്യ. എന്നാൽ വനിതകളുടെ ഹോക്കി ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ടാണ്. 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ. 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാണ് ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാണ് ബിർമിംഗ്ഹാം ഇംഗ്ലണ്ട്. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാണ് ബിർമിംഗ്ഹാം ഇംഗ്ലണ്ട്. 2018 നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജക്കാർത്ത ഇന്തോനേഷ്യ. 2018 നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാണ് ജക്കാർത്ത ഇന്തോനേഷ്യ. 2022 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാണ് ഹാങ്ഷോ ചൈന. 2022 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാണ് ഹാങ്ഷോ ചൈന. 2019 ഏഷ്യ കപ്പ് ഫുട്ബോളിന്റെ വേദി UAE. 2019 ഏഷ്യ കപ്പ് ഫുട്ബോളിന്റെ വേദിയാണ് UAE. 2017 നടന്ന ഫിഫ അണ്ടർ 17 ലോകകപ്പിന്റെ വേദി ഇന്ത്യ. 2017 നടന്ന ഫിഫ അണ്ടർ 17 ലോകകപ്പിന്റെ വേദിയാണ് ഇന്ത്യ. 2019 ഫിഫ അണ്ടർ 17 ലോകകപ്പിന്റെ വേദി പെറു.
2019 ഫിഫ അണ്ടർ 17 ലോകകപ്പിന്റെ വേദിയാണ് പെറു. 2019 കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ വേദി ബ്രസീൽ. 2019 കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ വേദിയാണ് ബ്രസീൽ. 2017 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയൻ. 2017 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയനാണ് KJ യേശുദാസ്. പത്മവിഭൂഷൺ നേടുന്ന 9ാമത്തെ മലയാളിയാണ് യേശുദാസ്. രാജ്യത്തെ 2ാമത്തെ സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. രാജ്യത്തെ 2ാമത്തെ സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. 2018 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച കേരളീയൻ P. പരമേശ്വരൻ. 2018 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച കേരളീയനാണ് P. പരമേശ്വരൻ. സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2018 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച കേരളീയനാണ് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം. 2018 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച കേരളീയനാണ് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം. ആത്മീയതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2019 പത്മഭൂഷൺ നേടിയ മലയാളികളാണ് മോഹൻലാൽ, S. നമ്പി നാരായണൻ. 2019 പത്മഭൂഷൺ നേടിയ മലയാളികളാണ് മോഹൻലാൽ, S. നമ്പി നാരായണൻ. S. നമ്പി നാരായണൻ ISROയിലെ മുൻ ശാസ്ത്രജ്ഞനാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം. രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം. 2019 ഭാരതരത്നം ലഭിച്ചത് പ്രണവ് മുഖർജി, നാനാജി ദേശ്മുഖ്, ഭൂപൻ ഹസാരിക. 2019 ഭാരതരത്നം ലഭിച്ചത് പ്രണവ് മുഖർജി, നാനാജി ദേശ്മുഖ്, ഭൂപൻ ഹസാരിക. മരണാന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ചത് നാനാജി ദേശ്മുഖിനും ഭൂപൻ ഹസാരികയ്ക്കുമാണ്. PSLV-C-37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത്. PSLV-C-37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ച വർഷം 2017 ഫെബ്രുവരി 15. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-9. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-9. GSAT-9 വിക്ഷേപിച്ച തീയതി 2017 മെയ് 5. GSAT-9 വിക്ഷേപിച്ച തീയതിയാണ് 2017 മെയ് 5. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ആദ്യ വിക്ഷേപണ വാഹനമാണ് PSLV-C മാർക്ക് 3D1. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യ വിക്ഷേപണ വാഹനമാണ് PSLV-C മാർക്ക് 3D1. ISRO വിക്ഷേപിച്ച കരുത്തുറ്റ വിക്ഷേപണ വാഹനവും PSLV-C മാർക്ക് 3D1 ആണ്. ISRO വിക്ഷേപിച്ച കരുത്തുറ്റ വിക്ഷേപണ വാഹനവും PSLV-C മാർക്ക് 3D1 ആണ്. PSLV-C മാർക്ക് 3D1 വിക്ഷേപിച്ച തീയതി 2017 ജൂൺ 5. PSLV-C മാർക്ക് 3D1 വിക്ഷേപിച്ച തീയതി
2017 ജൂൺ 5-നാണ്. ISRO ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ച 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2. ISRO ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ച 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. കാർട്ടോസാറ്റ് വിക്ഷേപിച്ച വാഹനമാണ് PSLV-C-40. കാർട്ടോസാറ്റ് 2 വിക്ഷേപിച്ച വാഹനമാണ് PSLV-C-40. കാർട്ടോസാറ്റ് വിക്ഷേപിച്ച തീയതി 2018 ജനുവരി 12. കാർട്ടോസാറ്റ് 2 വിക്ഷേപിച്ച തീയതിയാണ് 2018 ജനുവരി 12. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-11. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-11. ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹവും GSAT-11 ആണ്. ഭാരം 58-45 കിലോഗ്രാം. ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹവും GSAT-11 ആണ്. വലിയ പക്ഷി എന്ന വിളിപ്പേരുള്ള ഉപഗ്രഹമാണ് GSAT-11. വലിയ പക്ഷി എന്ന വിളിപ്പേരുള്ള ഉപഗ്രഹമാണ് GSAT-11. GSAT-11നെ ബഹിരാകാശത്തേക്ക് എത്തിച്ച റോക്കറ്റാണ് ഏരിയൻ 5 റോക്കറ്റ്. GSAT-11 വിക്ഷേപിച്ച തീയതി 2018 ഡിസംബർ 5. വിക്ഷേപണ സ്ഥലം ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്ന്. GSAT-11നെ ബഹിരാകാശത്തേക്ക് എത്തിച്ച റോക്കറ്റാണ് ഏരിയൻ 5 റോക്കറ്റ്. GSAT-11 വിക്ഷേപിച്ച തീയതി 2018 ഡിസംബർ 5. വിക്ഷേപണ സ്ഥലം ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്ന്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി 1975 ഏപ്രിൽ 19-നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി 1975 ഏപ്രിൽ 19-നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ച തീയതി 1981 ജൂൺ 19-നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ച തീയതി 1981 ജൂൺ 19. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് 2004 സെപ്റ്റംബർ 20-നാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് 2004 സെപ്റ്റംബർ 20-നാണ്. ചന്ദ്രനെ കുറിച്ച് പഠിക്കുവാനായി ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യമാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ചന്ദ്രനെ കുറിച്ച് പഠിക്കുവാനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ബഹിരാകാശ ദൗത്യമാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേക്ഷണ ദൗത്യമായ മംഗൾയാൻ വിക്ഷേപിച്ച തീയതി 2013 നവംബർ 5. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേക്ഷണ ദൗത്യമായ മംഗൾയാൻ വിക്ഷേപിച്ച തീയതിയാണ് 2013 നവംബർ 5. സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം. സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനമാണ് ഗുസ്തി. 2017 8 കായിക താരങ്ങൾക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച മറ്റു 7 കായിക താരങ്ങളാണ് ദീപ കർമാക്കർ, ജിംനാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദീപ കർമാക്കർ
ജിംനാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വികാസ് ഗൗഡ ഡിസ്കസ് ത്രോ. വികാസ് ഗൗഡ ഡിസ്കസ് ത്രോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പി ആർ ശ്രീജേഷ് ഹോക്കി. പി ആർ ശ്രീജേഷ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിരാട് കോഹ്ലി, ശേഖർ നായിക് എന്നിവർ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിരാട് കോഹ്ലി, ശേഖർ നായിക് എന്നിവർ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദീപ മാലിക്, മാരിയപ്പൻ തങ്കവേലു എന്നിവർ അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദീപ മാലിക്, മാരിയപ്പൻ തങ്കവേലു എന്നിവർ അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2018 പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്രധാന കായിക താരങ്ങളാണ് മീരാബായ് ചാനു ഭാരോദ്വഹനം അഥവാ വെയ്റ്റ് ലിഫ്റ്റിംഗ്, കിഡംബി ശ്രീകാന്ത് ബാഡ്മിൻ്റൺ. 2018 പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്രധാന കായിക താരങ്ങളാണ് മീരാബായ് ചാനു ഭാരോദ്വഹനം അഥവാ വെയ്റ്റ് ലിഫ്റ്റിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കിഡംബി ശ്രീകാന്ത് ബാഡ്മിൻ്റൺ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2018 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച കായിക താരങ്ങളാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ MS ധോണി, ബില്യാർഡ്സ് ആൻഡ് സ്നൂക്കറുമായി ബന്ധപ്പെട്ട പങ്കജ് അദ്വാനി എന്നിവർ. 2018 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച കായിക താരങ്ങളാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ MS ധോണി, ബില്യാർഡ്സ് ആൻഡ് സ്നൂക്കറുമായി ബന്ധപ്പെട്ട പങ്കജ് അദ്വാനി എന്നിവർ. 2019 പത്മശ്രീ ലഭിച്ച പ്രധാന കായിക താരങ്ങളാണ് ഗുസ്തി താരം ബജ്രംഗ് പൂനിയ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ, ദേശീയ ഫുട്ബോൾ ടീം നായകൻ സുനിൽ ഛേത്രി, ചെസ് താരം ദ്രോണവാലി ഹരിക. 2019 പത്മശ്രീ ലഭിച്ച പ്രധാന കായിക താരങ്ങളാണ് ഗുസ്തി താരം ബജ്രംഗ് പൂനിയ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ, ദേശീയ ഫുട്ബോൾ ടീം നായകൻ സുനിൽ ഛേത്രി, ചെസ് താരം ദ്രോണവാലി ഹരിക. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി അലങ്കരിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് ദ്രോണവാലി ഹരിക എന്ന് ഓർത്തുവെക്കണം. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി അലങ്കരിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് ദ്രോണവാലി ഹരിക. 2019 പത്മഭൂഷൺ ലഭിച്ച പർവ്വത ആരോഹകയാണ് ബജേന്ദ്രി പാൽ. 2019 പത്മഭൂഷൺ ലഭിച്ച പർവ്വതാരോഹകയാണ് ബജേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബജേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബജേന്ദ്രി പാൽ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗീത രഹസ്യം, ദി ആർട്ടിക് ഹോം ഇൻ ദി വേദാസ് എന്നീ കൃതികൾ രചിച്ചത് ബാലഗംഗാധര തിലകനാണ്. ഗീത രഹസ്യം, ദി ആർട്ടിക് ഹോം ഇൻ ദി വേദാസ് എന്ന കൃതികൾ രചിച്ചത് ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യയെ കണ്ടെത്തൽ അതായത് ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതികൾ രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയെ കണ്ടെത്തൽ അതായത് ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതികൾ രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ദ ബ്രോക്കൺ വിങ്, ദ ഗോൾഡൻ ത്രഷോൾഡ് എന്നീ ബുക്കുകൾ സരോജിനി നായിഡുവിൻ്റേതാണ്. ദ ബ്രോക്കൺ വിങ്, ദ ഗോൾഡൻ ത്രഷോൾഡ് എന്നീ ബുക്കുകൾ രചിച്ചത് സരോജിനി നായിഡുവാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ചത് ഗാന്ധിജിയാണ്.
എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഹിന്ദു സ്വരാജ് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിയും അരാജകത്വവും എന്ന കൃതി രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. മഹാത്മാ ലൈഫ് ഓഫ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ടി.ജി. ടെണ്ടുൽക്കറാണ് ഈ കൃതി രചിച്ചത്. മഹാത്മാ ലൈഫ് ഓഫ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ടി.ജി. ടെണ്ടുൽക്കറാണ് ഈ കൃതി രചിച്ചത്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന കൃതി രചിച്ചത് ബി.ആർ. അംബേദ്കർ ആണ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് രചിച്ചത് ബി.ആർ. അംബേദ്കർ ആണ്. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധിയാണ് രചിച്ചത്. മൈ ട്രൂത്ത് രചിച്ചത് ഇന്ദിരാഗാന്ധി. പ്രിസൺ ഡയറി രചിച്ചത് ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണനാണ് പ്രിസൺ ഡയറി രചിച്ചത്. ഗുലാംഗിരി, ഇഷാര എന്നിവ രചിച്ചത് ജ്യോതിറാവ് ഫൂലെയാണ്. ജ്യോതിറാവ് ഫൂലെയാണ് ഗുലാംഗിരി, ഇഷാര എന്നീ കൃതികൾ രചിച്ചത്. എ നേഷൻ ഇൻ മേക്കിംഗ് രചിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. സുരേന്ദ്രനാഥ ബാനർജിയാണ് എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന കൃതി രചിച്ചത്. ഇന്ത്യ ഡിവൈഡഡ് രചിച്ചത് രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി രചിച്ചത് രാജേന്ദ്ര പ്രസാദാണ്. സത്യാർത്ഥ പ്രകാശം, വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക എന്നിവ രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സത്യാർത്ഥ പ്രകാശം, വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക എന്നിവ രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വിങ്സ് ഓഫ് ഫയർ അതായത് അഗ്നിച്ചിറകുകൾ രചിച്ചത് ആരാണ്? APJ അബ്ദുൽ കലാം. വിങ്സ് ഓഫ് ഫയർ അതായത് അഗ്നിച്ചിറകുകൾ രചിച്ചത് APJ അബ്ദുൽ കലാം. ഇന്ത്യൻ സ്ട്രഗിൾസ് രചിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ സ്ട്രഗിൾസ് രചിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. തുഹ്ഫത്ത് ഉൽ മുവാഹിദീൻ അതായത് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം, ജീസസിന്റെ കൽപ്പനകൾ എന്നീ കൃതികൾ രചിച്ചത് രാജാറാം മോഹൻ റോയാണ്. തുഹ്ഫത്ത് ഉൽ മുവാഹിദീൻ അതായത് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം, ജീസസിന്റെ കൽപ്പനകൾ എന്നീ കൃതികൾ രചിച്ചത് രാജാറാം മോഹൻ റോയാണ്. അൺഹാപ്പി ഇന്ത്യ ലാല ലജ്പത് റായാണ് അൺഹാപ്പി ഇന്ത്യ രചിച്ചത്. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജിയാണ്. ദ പോവർട്ടി ആൻഡ് ഫാമിൻ, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്നീ പുസ്തകങ്ങൾ രചിച്ചത് അമർത്യ സെന്നാണ്. ദ പോവർട്ടി ആൻഡ് ഫാമിൻ, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്നീ പുസ്തകങ്ങൾ രചിച്ചത് അമർത്യ സെന്നാണ്. ഗീതാഞ്ജലി, ഗോര, കാബൂളിവാല, ദ പോസ്റ്റ് ഓഫീസ് എന്നീ കൃതികൾ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഗീതാഞ്ജലി, ഗോര, കാബൂളിവാല, ദ പോസ്റ്റ് ഓഫീസ് എന്നീ കൃതികൾ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്.
ദ ലൈഫ് ഡിവൈൻ, സാവിത്രി എന്നീ കൃതികൾ രചിച്ചത് അരബിന്ദ ഘോഷാണ്. ദ ലൈഫ് ഡിവൈൻ, സാവിത്രി എന്നീ കൃതികൾ രചിച്ചത് അരബിന്ദ ഘോഷാണ്. കാലാപാനി എന്ന കൃതി രചിച്ചത് VD സവർക്കറാണ്. കാലാപാനി എന്ന കൃതി രചിച്ചത് ആരാണ്? VD സവർക്കർ. പ്ലാന്റ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് M വിശ്വേശ്വരയ്യ. പ്ലാന്റ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? M വിശ്വേശ്വരയ്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാം നംഗൽ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാം നംഗൽ അണക്കെട്ട്. ഹിമാചൽ പ്രദേശിന്റെയും പഞ്ചാബിന്റെയും അതിർത്തിയിൽ സത്ലജ് നദിയിൽ നിർമ്മിക്കപ്പെട്ടുള്ള അണക്കെട്ടാണ് ബക്രാം നംഗൽ അണക്കെട്ട്. ഹിമാചൽ പ്രദേശിന്റെയും പഞ്ചാബിന്റെയും അതിർത്തിയിൽ സത്ലജ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അണക്കെട്ടാണ് ബക്രാം നംഗൽ അണക്കെട്ട്. ബക്രാം നംഗൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് PSCയുടെ ഉത്തരസൂചിക പ്രകാരം ഹിമാചൽ പ്രദേശാണ്. ബക്രാം നംഗൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ആദ്യം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായിരുന്നു ബക്രാം നംഗൽ. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ് ബക്രാം നംഗൽ. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ് ബക്രാം നംഗൽ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹരി അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹരി അണക്കെട്ട്. തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദിയിലാണ്. തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദിയിലാണ്. തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഹാനദി. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഹാനദി. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി പദ്ധതി. കോസി പദ്ധതി ബീഹാറിലാണ്. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട PSC തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമാണ് കോസി നദീ പദ്ധതിയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? കോസി നദീ പദ്ധതിയുമായി സഹകരിച്ച രാജ്യമാണ് നേപ്പാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതിയാണ് രാജസ്ഥാൻ കനാൽ പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതിയാണ് രാജസ്ഥാൻ കനാൽ പദ്ധതി. രാജസ്ഥാൻ കനാൽ പദ്ധതിയുടെ പുതിയ പേരാണ് ഇന്ദിരാഗാന്ധി കനാൽ. രാജസ്ഥാൻ കനാൽ പദ്ധതിയുടെ പുതിയ പേരാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദിയാണ് സത്ലജ് നദി. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദിയാണ് സത്ലജ് നദി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് നാഗാർജുന സാഗർ അണക്കെട്ട്. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കൃഷ്ണ നദി. ഓർത്തുവെക്കാൻ അർജുനെയും കൃഷ്ണനെയും ഓർത്തുവെക്കുക. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തെലുങ്കാന. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് നാഗാർജുന സാഗർ അണക്കെട്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് നാഗാർജുന സാഗർ അണക്കെട്ട്. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കൃഷ്ണ നദി. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തെലുങ്കാന.
കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് നാഗാർജുന സാഗർ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. സർദാർ സരോവർ അണക്കെട്ട് രാജ്യത്തിന് സമർപ്പിച്ച ദിവസമാണ് 2017 സെപ്റ്റംബർ 17. സർദാർ സരോവർ അണക്കെട്ട് രാജ്യത്തിന് സമർപ്പിച്ച ദിവസമാണ് 2017 സെപ്റ്റംബർ 17. ഗുജറാത്തിലെ നർമ്മദ നദിക്ക് കുറുകെയാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ നർമ്മദ നദിക്ക് കുറുകെയാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. ദാമോദർ വാലി പദ്ധതി ദാമോദർ നദിയിലാണ്. അമേരിക്കയിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. അമേരിക്കയിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. ദാമോദർ വാലി പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ദാമോദർ വാലി പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ദാമോദർ വാലി പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാളും ജാർഖണ്ഡും. ദാമോദർ വാലി പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാളും ജാർഖണ്ഡും. ആന്ധ്രാപ്രദേശിന്റെയും കർണാടകത്തിന്റെയും സംയുക്ത സംരംഭമായ വിവിധോദ്ദേശ പദ്ധതിയാണ് തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി. ആന്ധ്രാപ്രദേശിന്റെയും കർണാടകത്തിന്റെയും സംയുക്ത സംരംഭമായ വിവിധോദ്ദേശ പദ്ധതിയാണ് തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി. തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി തുംഗഭദ്ര നദിയിലാണ്. തുംഗഭദ്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. തുംഗഭദ്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. തുംഗഭദ്ര ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശാണ്. തുംഗഭദ്ര ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് കല്ലണൈ അണക്കെട്ട് അഥവാ ഗ്രാൻഡ് അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് കല്ലണൈ അണക്കെട്ട് അഥവാ ഗ്രാൻഡ് അണക്കെട്ട്. കല്ലണൈ അണക്കെട്ട്, മേട്ടൂർ അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ്. കല്ലണൈ അണക്കെട്ട്, മേട്ടൂർ അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ്. ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ചലം നദിയിലാണ്. ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ചലം നദിയിലാണ്. കൃഷ്ണരാജസാഗർ ഡാം അതായത് വിശ്വേശ്വരയ്യ ഡാം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കാവേരി നദിയിലാണ്. കൃഷ്ണരാജസാഗർ ഡാം അതായത് വിശ്വേശ്വരയ്യ ഡാം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കാവേരി നദിയിലാണ്. പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ ബിയാസ് നദിയിലാണ്. പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ ബിയാസ് നദിയിലാണ്. ബിയാസ് എന്ന് ഓർത്തു വയ്ക്കുക. ശ്രീശൈലം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ നദിയിലാണ്. ശ്രീശൈലം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ നദിയിലാണ്. ശ്രീകൃഷ്ണ എന്ന് ഓർത്തു വയ്ക്കുക. ബംഗ്ലിഹാർ ദുൽഹസ്തി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ചിനാബ് നദിയിലാണ്. ബംഗ്ലിഹാർ അണക്കെട്ട്, ദുൽഹസ്തി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ചിനാബ് നദിയിലാണ്. ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ഗംഗാ നദിയിലാണ്. ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ഗംഗാ നദിയിലാണ്. കൊയ്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ കൊയ്ന നദിയിലാണ്. കൊയ്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ കൊയ്ന നദിയിലാണ്. ഇന്ദിരാസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ നർമ്മദ നദിയിലാണ്.
ഇന്ദിരാസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ നർമ്മദ നദിയിലാണ്. അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കൃഷ്ണ നദിയിലാണ്. അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കൃഷ്ണ നദിയിലാണ്. ഉഗായി ഡാം കാക്രപാറ ഡാം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ താപ്തി നദിയിലാണ്. ഉഗായി ഡാം കാക്രപാറ ഡാം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ താപ്തി നദിയിലാണ്. തെയിൻ ഡാം അഥവാ രഞ്ജിത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ രവി നദിയിലാണ്. തെയിൻ ഡാം അഥവാ രഞ്ജിത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ രവി നദിയിലാണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം, ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എന്നെല്ലാം അറിയപ്പെടുന്നത് ഇടുക്കി ഡാമാണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം, ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എന്നെല്ലാം അറിയപ്പെടുന്നത് ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എർത്ത് ഡാമായ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ കബനി നദിയിലാണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എർത്ത് ഡാമായ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ കബനി നദിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത വർഷം 1895 ഇടുക്കി ജില്ലയിലാണ്. വർഷം ഓർത്തു വയ്ക്കുക, 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട് പാലക്കാട് ജില്ലയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട് പാലക്കാട്. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ജലസേചന പദ്ധതിയായ കല്ലട ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ജലസേചന പദ്ധതിയായ കല്ലട ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്, കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി അണക്കെട്ട് എന്നെല്ലാം അറിയപ്പെടുന്നത് ചെറുതോണി അണക്കെട്ടാണ്. ചെറുതോണി അണക്കെട്ട് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്, കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി അണക്കെട്ട് എന്നെല്ലാം അറിയപ്പെടുന്നത് ചെറുതോണി അണക്കെട്ടാണ്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 1896 സെപ്റ്റംബർ 3 13,176 പേർ ഒപ്പിട്ട നിവേദനം ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതിനെയാണ് ഈഴവ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 1896 സെപ്റ്റംബർ 3 13,176 പേർ ഒപ്പിട്ട നിവേദനം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതിനെയാണ് ഈഴവ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1900. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷമാണ് 1900. രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. രണ്ടാം ഈഴവ മെമ്മോറിയലിനും നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിനാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? കഴ്സൺ പ്രഭുവിനാണ്. തിരുവിതാംകൂറിൽ ഉദ്യോഗങ്ങൾക്ക്
വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 1891 ജനുവരി 1 10,028 പേർ ഒപ്പിട്ട ഒരു നിവേദനം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതിനെയാണ് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ ഉദ്യോഗങ്ങൾക്ക് വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 1891 ജനുവരി 1 10,028 പേർ ഒപ്പിട്ട ഒരു നിവേദനം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതിനെയാണ് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. മലയാളി മെമ്മോറിയലിലെയും അതുപോലെ തന്നെ ഈഴവ മെമ്മോറിയലിലെയും വർഷങ്ങൾ ഒന്ന് ഓർത്തുവെക്കുക. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷമാണ് 1697. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് 1721. ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന വർഷം 1599. ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന വർഷം 1599. കൂനൻ കുരിശു സത്യം നടന്ന വർഷം 1653. കൂനൻ കുരിശു സത്യം നടന്ന വർഷം 1653. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723. കുളച്ചൽ യുദ്ധം നടന്നത് 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷമാണ് 1741. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 1797 വരെ. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടമാണ് 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടമാണ് 1800 മുതൽ 1805 വരെ. ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചത് 1805 നവംബർ 30. ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചത് 1805 നവംബർ 30. ഓർത്തുവെക്കുക. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. കുറിച്യർ ലഹള നടന്നത് 1812. കുറിച്യർ ലഹള നടന്നത് 1812. ചാനാർ ലഹള നടന്ന വർഷം 1859. ചാനാർ ലഹള നടന്ന വർഷമാണ് 1859. പുലിയ ലഹള നടന്നത് 1915. പുലിയ ലഹള നടന്ന വർഷമാണ് 1915. പെരുന്നാട് ലഹള അതായത് കല്ലുമാല സമരം നടന്നത് 1915. പെരുന്നാട് ലഹള അതായത് കല്ലുമാല സമരം നടന്നത് 1915. മലബാർ കലാപം നടന്നത് 1921. മലബാർ കലാപം നടന്നത് 1921. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡി ദുരന്തം നടന്ന വർഷവും 1921. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് വാഗൺ ട്രാജഡി ദുരന്തം നടന്ന വർഷം 1921. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. വൈക്കം സത്യാഗ്രഹം നടന്നത്
1924 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷമാണ് 1931 യാചന യാത്ര നടന്ന വർഷവും 1931 തന്നെയാണ് യാചന യാത്ര നടന്ന വർഷമാണ് 1931 നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത് തൃശൂരിൽ വൈദ്യുതി പ്രക്ഷോഭം ആരംഭിച്ചത് 1936 തൃശൂരിൽ വൈദ്യുതി പ്രക്ഷോഭം ആരംഭിച്ചത് 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷമാണ് 1936 നവംബർ 12 മൊറാഴ സമരം നടന്ന വർഷം 1940 മൊറാഴ സമരം നടന്ന വർഷമാണ് 1940 കയ്യൂർ സമരം നടന്ന വർഷം 1941 കയ്യൂർ സമരം നടന്ന വർഷമാണ് 1941 പുന്നപ്ര വയലാർ സമരം കരിവെള്ളൂർ സമരം നടന്ന വർഷം 1946 പുന്നപ്ര വയലാർ സമരം കരിവെള്ളൂർ സമരം നടന്ന വർഷമാണ് 1946 പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947 പാലിയം സത്യാഗ്രഹം നടന്ന വർഷമാണ് 1947 വിമോചന സമരം നടന്ന വർഷം 1959 വിമോചന സമരം നടന്ന വർഷമാണ് 1959 ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുബന്ധ വിവരങ്ങളെല്ലാം ഭൂരിഭാഗവും PSC മുൻ പരീക്ഷകളിൽ ചോദിച്ചവയാണ്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. വിജയിച്ചവരുടെ പാത പിന്തുടരൂ. നിങ്ങളും വിജയത്തിലേക്ക് കുതിക്കൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.